അമ്മ മാതാവിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജിബിൻ വിൻസെൻ്റ്. ഞാൻ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 13 ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ B1 എക്സാം എഴുതിയിരുന്നു. ആ എക്സാമിന് ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും ആയിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. ആ സമയത്ത് എക്സാമിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. എക്സാം എനിക്ക് പാടായിരുന്നു. എന്നിരുന്നാലും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 3 മൊഡ്യൂൾ പാസ്സാകാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹമാണ്. അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ B2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആ സമയത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ലഭിച്ച വചനമാണ് സുഭാഷിതങ്ങൾ 21:31. യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൻ്റെ ഒരു വചനം തന്നെയായിരുന്നു. തുടർന്ന് ഞാൻ ഉടമ്പടി നല്ലപോലെ പാലിച്ച് ജീവിച്ചു. അതിനുശേഷം എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഡേറ്റ് എടുത്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 2 മൊഡ്യൂൾ പാസ്സാകാനായിട്ട് സാധിച്ചു. ആ എക്സാമിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി ഉപ്പ് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, സ്പീക്കിങ്ങിൻ്റെ എക്സാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് മുന്നേ 10 മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടും. ആ 10 മിനിറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ എക്സാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് നോക്കി നമുക്ക് ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അന്നേരം എക്സാമിനർ എന്നോട് പറഞ്ഞു ആ രീതിയിലല്ല പറയേണ്ടതെന്ന്. പിന്നെ ആ പ്രിപ്പയർ ചെയ്ത പേപ്പർ അവിടെ ടേബിളിൽ വെച്ചിട്ട് ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ആ സമയം മുഴുവൻ അമ്മ മാതാവാണ് എന്നിലൂടെ സംസാരിച്ചത്. റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും പാസ്സാകാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഉടൻ തന്നെ അടുത്ത 2 മൊഡ്യൂളിൻ്റെ ഡേറ്റ് എടുത്തു. റീഡിങ്, ലിസണിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റീഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. ലിസണിങ് നമ്മൾ കേട്ടുകൊണ്ടും. ആ സമയത്ത് എനിക്ക് കിട്ടിയ വചനമാണ് സുഭാഷിതങ്ങൾ 20:12. കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും, ഇവ രണ്ടും കർത്താവിൻ്റെ സൃഷ്ടിയാണ്. ആ വചനം കിട്ടിയതിലൂടെ എനിക്ക് ഉറപ്പായിരുന്നു ഈ എക്സാം എനിക്ക് പാസ്സാകാനായിട്ട് സാധിക്കുമെന്ന്. തുടർന്ന് ഞാൻ അവിടെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ ആരും ചവിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ആ 2 മൊഡ്യൂളും ഞാൻ പാസ്സായി. തുടർന്ന് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. പ്രോസസ്സിങ് കുറച്ച് താമസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ വചനമാണ് മിക്ക 7:7. എന്നാൽ ഞാൻ കർത്താവിലേക്ക് തിരിയും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതിലൂടെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായി, എത്ര താമസം ഉണ്ടായാലും കർത്താവ് എന്നെ കൈവിടില്ല എന്ന്. തുടർന്ന് ഞാൻ ഉടമ്പടി നല്ലപോലെ പാലിച്ചു പോന്നു. അതിനുശേഷം ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ എനിക്കിവിടെ കൊച്ചിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മളല്ലാണ്ട് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നതിലും പാടാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അവിടെയും ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത്. അവിടെ ആരും ചവിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. തുടർന്ന് അധികം താമസിക്കാതെ തന്നെ കോൺട്രാക്റ്റ് വരികയും വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതല്ല, അമ്മ മാതാവിലൂടെ ഈശോനെ അനുഗ്രഹിച്ചതാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ചെന്നൈയിലായിരുന്നു പോയത്. ആ സമയത്ത് തമിഴ് പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുന്നത് ക്രൈസ്തവരായവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ രണ്ടാമത് അറ്റൻഡ് ചെയ്യാനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കൊച്ചിയിൽ പോയപ്പോഴും പോയ വഴിക്കെല്ലാം ഉടമ്പടി പത്രം കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും അതായിരുന്നു. ഈ സമയത്തെല്ലാം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എനിക്ക് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാനായിട്ട് സാധിച്ചിരുന്നു.
കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ B2വിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. എനിക്ക് അതിലൂടെ ലഭിച്ചൊരു കാര്യമാണ് വിശേഷവിധിയായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ കേട്ടിട്ടുള്ള പോലെ ഓരോ അനാഥ മന്ദിരത്തിൽ പോയി വിസിറ്റ് ചെയ്യും, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് വിശേഷവിധിയായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടത്. അങ്ങനെയാണ് എനിക്ക് വിശേഷവിധിയായിട്ട് അനാഥ മന്ദിരത്തിൽ അവരെ എല്ലാ ദിവസവും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഓരോ ദിവസവും ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. B2വിൻ്റെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ രാവിലെ കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോയതിന് ശേഷം അനാഥ മന്ദിരത്തിൽ പോയി അവരെ അപ്പച്ചന്മാരെയൊക്കെ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത്. തുടർന്ന് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് കൂടുതൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ടായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാൻ ആ അനാഥ മന്ദിരത്തിൽ പിന്നെ സ്ഥിരമായിട്ട് സേവനം അനുഷ്ഠിച്ചു. പിന്നെ മാതാവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് മാതാവിനെ ആയിരുന്നു. അതിലൂടെ എനിക്ക് തീർച്ചയായിട്ടും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുപോലെ തന്നെ 7 എന്നുള്ള നമ്പർ ഞാൻ മിക്കപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിയിൽ കാണുമായിരുന്നു. ഈ 7-ാം മാസമാണ് എനിക്ക് വിസ വന്നതും ടിക്കറ്റ് എടുത്തതും എല്ലാം. അതുപോലെ തന്നെ ഇതെല്ലാം ഞാനിപ്പോൾ എൻ്റെ 7ാമത്തെ ഉടമ്പടിയിലാണ്. ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കലിലാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. ഞാൻ ജർമ്മനിക്ക് ഓഗസ്റ്റ് 26-ാം തീയതി പോകും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിബിൻ വിൻസെൻ്റ് ഇടുക്കി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടേക്ക് കടന്നു ചെയ്യുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെയാണെങ്കിലും ഉടമ്പടിയിൽ ജർമ്മൻ എക്സാം പാസ്സാകുമ്പോഴത്തേക്ക് തന്നെയാണെങ്കിലും ആദ്യത്തെ കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും ഉടമ്പടിക്ക് ശേഷം B2 എക്സാം പാസ്സാകുന്നവരുടെയൊക്കെ കൂടുതൽ ധൈര്യമൊക്കെ നൽകുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 31-ാം വാക്യം വായിച്ച് വിജയം നൽകുന്ന കർത്താവാണെന്നുള്ള ഉറച്ച ബോധ്യം. കാരണം ഓരോ സാഹചര്യങ്ങളൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ആ സാഹചര്യങ്ങളെ തൻ്റെ ജീവിതത്തോട് കൂടുതലായിട്ട് ബന്ധിപ്പിക്കുക, വചനത്തോട് ചേർത്ത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും ഇയാൾ താലക്കുമ്പിൽ തൻ്റെ സാക്ഷ്യം വിലയുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നത്. അതേ തുടർന്നാണെങ്കിലും എക്സാം പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും എക്സാമിനറാണെങ്കിലും പറയുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ഓരോ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് കാര്യത്തോടുകൂടി പറയാനായിട്ടുള്ളൊരു കടമ്പയിലേക്ക് വരുമ്പോഴും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചെന്നുള്ളൊരു ബോധ്യത്തോടുകൂടിയാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യം പറയുക. കാരണം അവിടുത്തെ എൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് ഈ കാര്യങ്ങളെല്ലാം എക്സാം പാസ്സാകുവാനാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുക ചെയ്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മുമ്പോട്ട് പോകും തന്നെയാണെങ്കിലും അതോടൊപ്പം തന്നെയാണെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഡിലേ ആയിട്ട് വരുമ്പോഴും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ തനിക്ക് വേണ്ടിയിട്ട് കൃത്യമുള്ള കാര്യങ്ങൾ സജ്ജമാക്കി ഒരുക്കി തരുന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടെ നമുക്ക് മുമ്പിൽ തൻ്റെ സാക്ഷി നമുക്ക് പങ്കുവയ്ക്കുക. ഇനിയും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പരിശുദ്ധ അനുഗ്രഹത്താലും കൃപകളാലും ഇനിയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിബൻ വിൻസെൻ്റിനെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.